Hello, good morning. Good morning, ma'am. Yes. ഒരു 8:40 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Hello, good morning. Good morning, ma'am. Yes, എല്ലാവരും വീഡിയോസ് ഒക്കെ ഓൺ ചെയ്ത് അഞ്ജലി, വിജയ്, ദേവിക, അതുൽ, അക്ഷയ, ഗിഫ്റ്റിംഗ്, രക്ഷിക, നവ്യ, ദേവിക. സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? ആരെയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ ക്ലാസ്? യെസ്. അച്ഛനാ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പൊ ഇന്ന് മുതൽ നമ്മൾ GST ഫയലിംഗ് ക്ലാസ്സിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോ ഇന്നെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതായത് നിങ്ങളുടെ GST ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് GST ഇല്ല? ഓക്കെ. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു റീക്യാപ്പ് സെഷൻ പോലെയാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ് പോവുക. നാളെ മുതലായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഓൺലൈൻ ആയിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫയലിംഗ് നാളെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ചെറിയൊരു നെറ്റ്വർക്ക് അതുകൊണ്ടാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ വിസിബിൾ അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് GSTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെയാണ്. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ GSTയുടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അതേ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പോവാണ്. കാര്യം ഫയലിങ്ങിന് മുമ്പ് ഒന്ന് തിയറട്ടിക്കൽ ആയിട്ട് നമുക്കൊന്ന് റീക്യാപ്പ് എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ഫോട്ടോ ഓർമ്മയുണ്ടോ? പ്രാക്ടീസ് ഫോട്ടോ ഒക്കെ ലോഗിൻ ചെയ്ത് നോക്കാറുണ്ടോ? യെസ്, പ്രാക്ടീസ് ഫോട്ടോ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അതില് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. കാര്യം നമ്മൾ അതിനകത്താണ് ഓൺലൈനായിട്ട് ഫയലിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കിയ ഹലോ,
ഓക്കെ ആണ്. ഓക്കെ ആണോ? എന്താ GSTയുടെ ഫുൾ ഫോം വരുന്നത്? ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്താ GSTയുടെ ഫുൾ ഫോം? Goods and Service Tax. ഗുഡ്സ് ആൻഡ് സർവീസസ്. സർവീസ് ടാക്സ് അല്ല, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, സർവീസ് എന്ന് പറയുന്നത് സർവീസസ് ടാക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 1 ജൂലൈ 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും സബ്സ്യൂം ചെയ്തിട്ടാണ് 1 ജൂലൈ 2017 GST എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് നിലവിൽ വന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. CGST, SGST, IGST, UTGST ഒക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? നമ്മുടെ GST കമ്പോണൻസ് ആണ് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ CGST, SGST ആപ്ലിക്കബിൾ ആകുന്ന എപ്പോഴാണ്? ഇന്റർസ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് നടക്കുമ്പോഴാണോ? എപ്പോഴായിരിക്കും? Intrastate. ഇൻട്രാസ്റ്റേറ്റ് ആണോ? ഇൻട്രാസ്റ്റേറ്റ് നടക്കുമ്പോഴാണോ CGST, SGST നമുക്ക് ആപ്ലിക്കബിൾ ആവാം? ആണ്. ഓക്കെ, അപ്പോൾ വിത്ത് ഇൻ ദ സ്റ്റേറ്റില് സപ്ലൈ നടക്കുമ്പോഴാണ് നമുക്ക് CGSTയും അതുപോലെ തന്നെ SGSTയും നമുക്ക് ആപ്ലിക്കബിൾ ആകാം. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും. ദെൻ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെങ്കിൽ IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ കേരള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ 2 സ്റ്റേറ്റ്സിൽ സപ്ലൈ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? IGST നമുക്ക് ആപ്ലിക്കബിൾ ആകാം. UTGST എന്ന് പറഞ്ഞാൽ എന്താണ്? UTGST Union Territory tax. യൂണിയൻ ടെറിട്ടറിയിൽ വരുന്ന നമുക്ക് ടാക്സ് വരുന്നത് നമുക്ക് UTGST ആയിരിക്കും. അവിടുത്തെ SGSTക്ക് പകരമാണ് നമ്മൾ UTGST യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ വിത്തിൻ ദ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ CGSTയും UTGST ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. ഔട്ട്സൈഡ് ദ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ IGST ആയിരിക്കും വരിക. അവിടെ SGSTക്ക് പകരമാണ് UTGST വരിക. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത് എന്താണ്, ജസ്റ്റ് കമ്പോണൻസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് GSTയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് HSNും SASനും. എന്താ HSN കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? HSN Harmonized System of Nomenclature. ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ HSN? ഓരോ ഗുഡ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു കോഡ് ഉണ്ടാകും, ഒരു 6 or 4 digit കോഡ്. അതാണ് HSN. ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ്. അതായത് HSN കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ HSN കോഡുകൾ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ഇപ്പൊ നിങ്ങൾ ടാലിയിലൊക്കെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷന്റെ സമയത്തൊക്കെ HSN കോഡ് കൊടുക്കാറുണ്ട് അല്ലെ. ആ ഒരു ഗുഡ്സിനെ, പെർട്ടിക്കുലർ ഗുഡ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് HSN കോഡുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ SAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അക്കൗണ്ടിംഗ് കോഡാണ്. നമുക്ക് സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സർവീസ് അക്കൗണ്ടിംഗ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ UQC യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറയും. നമ്മുടെ യൂണിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ UQC യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, HSN, SAC, UQC. ഓക്കെ, HSN ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, SAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അക്കൗണ്ടിംഗ് കോഡ്, UQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിക് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറയും. യെസ്, നോട്ട് ചെയ്തിട്ട് ഒന്ന് റിയാക്ട് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഞങ്ങള് GST ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റീക്യാപ്പ് പോലെ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, നോട്ട് ചെയ്തോ എല്ലാവരും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇനി നമുക്ക് HSN കോഡിന്റെ ആപ്ലിക്കബിലിറ്റി നമുക്ക് നോക്കാം. അവിടുത്തെ ടേൺ ഓവർ നോക്കും. അതായത് 5 crore മോർ ദാൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് HSNന്റെ ആപ്ലിക്കബിലിറ്റി വരിക, അതുപോലെ തന്നെ ലെസ് ദാൻ 5 crore ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്.
അപ്പൊ ഇവിടെ നമുക്ക് ടേൺ ഓവർ മോർ ദാൻ 5 crore ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പൊ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടിയിൽ മുകളിലാണ് ടേൺ ഓവർ എങ്കിൽ അവിടെ 6 ഡിജിറ്റ് HSN കോഡ് ടാക്സ് ഇൻവോയ്സിൽ ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, എത്രയാണ്? 6 ഡിജിറ്റ് HSN കോഡ് അവരുടെ ടാക്സ് ഇൻവോയ്സിൽ ഇഷ്യൂ ചെയ്തിരിക്കണം. ടാക്സ് ഇൻവോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ B2Bയും പറയുന്നുണ്ട്, B2Cയും പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് B2B, എന്താണ് B2C? എന്താ B2B? ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ടു ബിസിനസ് ആണ്. പക്ഷെ നമുക്ക് GSTയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് B2B കാണുന്നത്? ഇങ്ങനെയായിരിക്കും, ബിസിനസ് ടു ബിസിനസ് ആണ്. അല്ലെങ്കിൽ B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ. യെസ്, അങ്ങനെ മാം സ്റ്റക്കായി. ഹലോ, അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു B2B ആൻഡ് B2C. എന്താ B2B, B2C? B2B, B2C അറിയില്ലേ? അതൊക്കെയാണ് ബിസിനസ് ടു ബിസിനസ്. രജിസ്റ്റേർഡ് പേഴ്സൺസ് തമ്മിലുള്ള ബിസിനസ്. രണ്ടുപേരും രജിസ്റ്റേർഡ് ആയിരിക്കും. ബയർ ആൻഡ് സെല്ലറും എന്തായിരിക്കും? രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ B2B. ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് GSTയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ പറയാ? ബോത്ത് പാർട്ടീസ്, അതായത് ബയറും സെല്ലറും എന്തായിരിക്കും? രജിസ്റ്റേർഡ് പാർട്ടീസ് ആയിരിക്കും. അതാണ് B2B എന്ന് പറയുന്നത്. B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രജിസ്റ്റേർഡും ഒരാൾ അൺരജിസ്റ്റേർഡും ആയിരിക്കും. അപ്പൊ B2B അല്ലെങ്കിൽ B2C നടക്കുന്ന സപ്ലൈന് അത് ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സില് അവിടെ 6 ഡിജിറ്റ് HSN കോഡ് എന്തായിരിക്കണം? ഡിക്ലെയർഡ് ആയിരിക്കണം. അതാണ് പറയുന്നത്. ഇനി ലെസ് ദാൻ, അതായത് 5 കോടിയിൽ താഴെയാണ് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ എങ്കിൽ അവിടെ B2B മാത്രം മതി. B2C ഓപ്ഷണൽ ആണ്. B2B ടാക്സ് ഇൻവോയ്സിൽ 4 ഡിജിറ്റ് HSN കോഡ് ഡിക്ലെയർ ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ HSN കോഡിന്റെ ആപ്ലിക്കബിലിറ്റി വരിക. ഓക്കെ ആണോ? മോർ ദാൻ 5 crore ആണെന്നുണ്ടെങ്കിൽ B2Bയിലും B2Cയിലും 6 ഡിജിറ്റ് HSN കോഡ് ഡിക്ലെയർ ചെയ്തിരിക്കണം. ദെൻ 5 crore ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ
B2B മാത്രമാണ് 4 ഡിജിറ്റ് HSN കോഡ് എന്ത് ചെയ്തിരിക്കേണ്ടത്, ഡിക്ലെയർ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ ആണോ ആപ്ലിക്കബിലിറ്റി ഓഫ് HSN? ഇത് ജസ്റ്റ് GST നമ്പറിന്റെ ഒരു ഫോമാറ്റ് ആണ്. എത്രയാണ് നമുക്ക് GST നമ്പർ? എത്രയാ GST നമ്പർ? 15 ആണ് നമ്മുടെ GST നമ്പർ വരുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് തന്നിരിക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ 2 ഡിജിറ്റ് സ്റ്റേറ്റ് കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ പിന്നീട് വരുന്ന 10 നമ്പർ എന്ന് പറയുന്നത് പാൻ നമ്പർ ആണ്. പിന്നെ വരുന്ന ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എൻറ്റിറ്റി നമ്പർ ആണ്. അതായത് സെയിം പാനിന്റെ അണ്ടറിൽ എത്ര എൻറ്റിറ്റീസ് വരുന്നു എന്നുള്ള കൗണ്ട് ആണ് നമുക്ക് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ള 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഡിഫാൾട്ട് ആയിട്ടുള്ള നമ്പർ ആണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് GST നമ്പർ എന്ന് പറയുന്നത് 15 ഡിജിറ്റ് ആണ് GST നമ്പർ വരിക. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആദ്യത്തെ 2 കോഡ് വെച്ചിട്ടല്ലേ. ഇപ്പൊ 32 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള എന്ന് മനസ്സിലാവും അല്ലെ. 33 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് തമിഴ്നാട് ആണെന്നുള്ളത്. ക്ലിയർ ആണോ GST നമ്പർ? ഓക്കെ. ഇനി രജിസ്ട്രേഷന്റെ കേസിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രജിസ്ട്രേഷൻ? കമ്പൽസറി ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എപ്പോഴായിരിക്കും? കേരളയുടെ നിങ്ങൾ പറഞ്ഞാൽ മതി. കമ്പൽസറി രജിസ്ട്രേഷൻ ഫോർ ഗുഡ്സിനാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? ഗുഡ്സ് ആണെങ്കിൽ 40 lakhs കൂടുതലും, സർവീസ് ആണെങ്കിൽ 20 lakhs. ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 40 lakhs, സർവീസ് ആണെന്നുണ്ടെങ്കിൽ 20 lakhs. കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്താൽ മതി. ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ്. അതായത് രജിസ്ട്രേഷൻ നമുക്ക് വോളണ്ടറി ആയിട്ടും രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷെ കമ്പൽസറി ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട കേസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കമ്പൽസറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ലിമിറ്റിൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഓരോ സ്റ്റേറ്റ്സിന്റെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തത് മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ കമ്പൽസറി ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ വരേണ്ടത് ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഗുഡ്സിനും സർവീസിനും 10 lakhs എക്സീഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ കമ്പൽസറി ആയിട്ടും ഈ സ്റ്റേറ്റ്സിന് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് അരുണാചൽ പ്രദേശ്, മേഘാലയ, സിക്കിം, ഉത്തരാഖണ്ഡ്, തെലങ്കാന, പുതുച്ചേരി. ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ 20 lakhs എക്സീഡ് ചെയ്യുമ്പോഴാണ്, ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, കമ്പൽസറി ആയിട്ടും രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. നമ്മൾ വരുന്നത് ഈ 3rd കാറ്റഗറിയിലാണ്. ഓൾ അതർ സ്റ്റേറ്റ്സിൽ നമുക്ക് കേരളം ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 40 lakhs ഫോർ ഗുഡ്സ്, 20 lakhs ഫോർ സർവീസസ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ 2 നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ ഓർമ്മ വേണം. ഗുഡ്സിൽ എത്ര എക്സീഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സർവീസിൽ എത്ര ലിമിറ്റ് എക്സീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. 40 lakhs ഫോർ ഗുഡ്സ്, 20 lakhs ഫോർ സർവീസസ്. ക്ലിയർ ആണോ രജിസ്ട്രേഷൻ? എല്ലാവർക്കും ക്ലിയർ ആണോ രജിസ്ട്രേഷൻ? ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് സപ്ലൈ ആണ്. എത്രയാണ് ടൈപ്സ് ഓഫ് സപ്ലൈ വരെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ ടൈപ്സ് ഓഫ് സപ്ലൈ? യെസ്. ടൈപ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടാക്സബിൾ സപ്ലൈസ് ഉണ്ട്, നോൺ ടാക്സബിൾ സപ്ലൈസ് ഉണ്ട്. ഓക്കെ, ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സപ്ലൈസിനെ നമുക്ക് എന്തെന്ന് പറയാം? ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയാം. നോൺ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ഇൻക്ലൂഡ് ചെയ്യാത്ത സപ്ലൈസിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ ടാക്സബിൾ സപ്ലൈസ് എന്നും പറയാം. ഈ ടാക്സബിൾ സപ്ലൈസിനകത്ത് തന്നെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെഗുലർ ടാക്സബിൾ സപ്ലൈസ്, നിൽ റേറ്റഡ് സപ്ലൈസ്, സീറോ റേറ്റഡ് സപ്ലൈസ്. നോൺ ടാക്സബിൾ സപ്ലൈസിനകത്ത് എക്സംപ്റ്റഡ് സപ്ലൈസും വരും, നോൺ GST സപ്ലൈസും വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം റെഗുലർ ടാക്സബിൾ സപ്ലൈസ്. റെഗുലർ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ റെഗുലർ ടാക്സ് റേറ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ സപ്ലൈ ചെയ്യാറില്ലേ? ഏതൊക്കെയാണ് നിലവിലുള്ള ടാക്സ് റേറ്റ്? ഏതൊക്കെയാണ് നിലവിലുള്ള ടാക്സ് റേറ്റ്സ്? ഏതൊക്കെയാണ്? ചാറ്റ് ബോക്സിൽ ഇടുവോ? 18%. 18% നിലവിലുള്ള ടാക്സ് റേറ്റ്. ചാറ്റ് ബോക്സിൽ ഇട്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിയാലും മതി നിലവിലുള്ള ടാക്സ് റേറ്റ് ഏതൊക്കെയാണെന്നുള്ളത്.
കറണ്ട് GST ടാക്സ് റേറ്റ് ഏതൊക്കെയാണെന്നുള്ളത്? നേരത്തെ നമുക്ക് 5%, 12, 18, 28 എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമുക്ക് ടാക്സ് റേറ്റുകൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അതിൽ ചേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ് ടാക്സ് റേറ്റ് നോക്കിയോ? ഫൈവ് ഉണ്ട്, 18, 40% അല്ലെ? യെസ്. ഇപ്പൊ നിലവില് 5%, 18%, 40%. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരിക. അപ്പൊ ഈ ടാക്സ് റേറ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെഗുലർ ടാക്സബിൾ സപ്ലൈസ് ആണ്. ഓക്കെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഒരു ഷോപ്പിൽ പോയി മൊബൈൽ ഫോൺ വരുന്നു, മൊബൈൽ ഫോൺ മേടിക്കുന്നു. അപ്പൊ അതിനൊരു ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോ 18% ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ടാക്സ് റേറ്റ്, അതായത് നോർമൽ ഉള്ള ടാക്സ് റേറ്റ് യൂസ് ചെയ്ത് നമ്മളെ സപ്ലൈ നടത്തുവാണെന്നുണ്ടെങ്കിൽ അത് റെഗുലർ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയാം. ഓക്കെ. ടാക്സ് റേറ്റ് ഇൻക്ലൂഡഡ് ആണ്. നിൽ റേറ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നില്ലായിരിക്കും. പക്ഷെ ചില ഐറ്റത്തിന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഈ ഫുഡ് ഗ്രെയിൻസ്, ജാഗറി, സോൾട്ട്, ജാഗറി, ഫുഡ് ഗ്രെയിൻസ്, ഈ പറയുന്ന ഐറ്റത്തിനെല്ലാം നമുക്ക് നിൽ റേറ്റഡ് സപ്ലൈസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. റേറ്റ് നില്ലായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ ത്രൂ ഈ പറയുന്ന ഐറ്റത്തിന് ടാക്സ് റേറ്റ് ഇൻക്ലൂഡഡ് ആക്കാം കേട്ടോ. അതുകൊണ്ടാണ് അതിനെ കാറ്റഗറി ആയിട്ട് നിൽ റേറ്റഡ് സപ്ലൈസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിലവിലത് നില്ലാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ത്രൂ ഇപ്പൊ സാൾട്ടിന് 5% അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടാക്സബിൾ റെഗുലർ ടാക്സബിൾ സപ്ലൈസിലേക്ക് അത് മാറും. ജസ്റ്റ് ആ ഒരു ഐറ്റം ഒന്ന് നോട്ട് ചെയ്തോ, സാൾട്ട്, ജാഗറി, ഫുഡ് ഗ്രെയിൻസ് എന്നുള്ളത്. ഓക്കെ ആണോ? ഇനി സീറോ റേറ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയായിരിക്കും? സ്പെഷ്യൽ എക്കണോമിക് സോൺ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്പെഷ്യൽ എക്കണോമിക് സോൺ, യെസ്, കേട്ടിട്ടുണ്ട് അല്ലെ? സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഒരു പ്ലേസിനെ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒന്നുകിൽ അതിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ആ ഒരു പ്ലേസിനെ ഡിക്ലെയർ ചെയ്യാം. ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലും എക്സ്പോർട്ടിന്റെ കേസിലും ഒക്കെയാണ് നമുക്ക് അവിടെ എന്ത് ആപ്ലിക്കബിൾ ആവുക? സീറോ റേറ്റഡ് സപ്ലൈസ് വരുന്നത്. ഓക്കെ. അപ്പൊ സീറോ റേറ്റഡ് വരുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോണും അതുപോലെ തന്നെ എക്സ്പോർട്ടിന്റെ കേസിലുമാണ് നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈസ് വരിക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ടാക്സബിൾ സപ്ലൈസിനകത്ത്. റെഗുലർ ടാക്സബിൾ സപ്ലൈസ്, നിൽ റേറ്റഡ് സപ്ലൈസ്, സീറോ റേറ്റഡ് സപ്ലൈസ്. ഓക്കെ ആണോ? ഇത് മൂന്നും ഓക്കെ. നോൺ ടാക്സബിൾ സപ്ലൈസിനകത്ത് വരുന്നത് എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്. എക്സംപ്റ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ GST ഇല്ല. ഈ പറയുന്ന നമ്മുടെ ബേസിക് എസെൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഫ്രഷ് മിൽക്ക്, ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഇതൊക്കെ നിലവിലെ എക്സംപ്റ്റഡ് സപ്ലൈസിനകത്താണ് വരുന്നത്. അതായത് ബേസിക് എസെൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ആയി വരുന്നത് ഇതിനകത്താണ്, എക്സംപ്റ്റഡ് സപ്ലൈസിനകത്താണ്. എക്സംപ്റ്റഡ് സപ്ലൈസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രഷ് മിൽക്ക്, ഈ കാര്യങ്ങള്, എഗ്, ഇതൊക്കെ എന്താണ്? എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്. ഇനി നോൺ GST സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് വരുന്നത് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസപ്ഷനും പെട്രോളിയം പ്രോഡക്ട്സ് ആണ് നമുക്ക് നോൺ GST സപ്ലൈസിനകത്ത് വരിക. ഓക്കെ. പെട്രോളിയം പ്രോഡക്ട്സ് അതുപോലെ തന്നെ ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ഇത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് അറിയാവോ? ആൽക്കഹോളും അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ കേട്ടില്ല? ഏതായിരിക്കും? നിലവിലെ GST ഇല്ല, അതിന് ഏതായിരിക്കും? ഏത് പാറ്റാണ്? കേട്ടില്ല അച്ഛന? കസ്റ്റം ഡ്യൂട്ടിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസപ്ഷനും പെട്രോളിയം പ്രോഡക്ട്സും നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. കുറെ ഇൻഡയറക്റ്റ് ടാക്സുകളെ സബ്സ്യൂം ചെയ്തിട്ടാണ് നമുക്ക് GST നിലവിൽ വന്നേന്ന് പറഞ്ഞു. പക്ഷെ കസ്റ്റം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? സബ്സ്യൂം ചെയ്തിട്ടില്ല.
അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് സപ്ലൈക്കകത്ത് വരുന്നത്. നെക്സ്റ്റിലേക്ക് പോവാം. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും അല്ലെ? അറിയൂലേ? യെസ്. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മ പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്യുന്ന ടാക്സ് ഇൻപുട്ട് ടാക്സ്. അതാണ്, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയാ? ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഇത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇൻപുട്ട് എന്താണെന്ന് അറിയാം. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസിനെ, ആ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ദ ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട് വൈൽ പർച്ചേസിംഗ് ദ ഇൻപുട്ട്. ഇൻവേർഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ്ങിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവേർഡ് സപ്ലൈ എന്ന് പറയാം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഒരു ഫൈനൽ അതായത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാ. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയാ? ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയാം. ആ കളക്റ്റഡും പെയ്ഡും നിങ്ങൾ ഓർത്ത് വെക്കുക. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ്, കളക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് ടാക്സ് ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും. ക്ലിയർ ആണോ? അർജുൻ, ആകാശ്, ശ്രീരാജ്, നിതിൻ, നൗഫൽ. ഇനി എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. എന്താ ITC? എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയരുത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് അതിന്റെ മീനിങ് എന്നാണ്? എന്താ? നമ്മ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് നമ്മ അടക്കും. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് നമ്മ കളക്ട് ചെയ്യും. സോ നമ്മ അടച്ച എമൗണ്ട്, നമ്മ കളക്ട് ചെയ്ത എമൗണ്ടിന് കുറച്ച് ബാലൻസ് എമൗണ്ട് നമ്മ ഗവൺമെന്റിന് അടച്ചാൽ മതി. സോ അതിന്റെ ഒരു ഡിഫറൻസ് തന്നെയാണ് ITC എന്ന് പറയുന്നത്. ആണോ? അങ്ങനെയാണോ? കേട്ടായിരുന്നോ നിങ്ങൾ എല്ലാവരും? കേട്ടിട്ടെന്താ മിണ്ടാതിരിക്കുന്നത്? യെസ്. അതായത് ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു 50,000 ഒരു കാര്യം നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. 18% ആണ് GST റേറ്റ്. അത് ഓൾഡ് GST റേറ്റ് ആണ് കേട്ടോ. മീൻസ് 80%. ദെൻ CGST, SGST. അപ്പൊ ടോട്ടൽ നമുക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 9,000 ആണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇതേ പ്രോഡക്റ്റ് തന്നെ നമ്മൾ സെയിൽ ചെയ്തത് 80,000 ആണ്. അതിന്റെ CGST, SGST ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തത് 14,400 ആണ്. അപ്പൊ അവിടെ നമുക്ക് ഔട്ട്പുട്ട് GST 40,400, ഇൻപുട്ട് GST 9,000. അപ്പൊ ഈ ITC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്തതിൽ നിന്ന് അതുപോലെ തന്നെ നമുക്ക് കളക്ട് ചെയ്ത സെയിൽസിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ITC എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? GST പേയബിൾ അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് നമ്മളത് പേ ചെയ്യുന്നത്. അതായത് 14,400 നിന്നും 9,000 മൈനസ് ചെയ്ത് ബാക്കി 5,400 ആണ് GST പേയബിൾ ആയിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ഇത്ര അടച്ചാൽ പോരെ നമുക്ക്? ഇൻപുട്ട് ഇത്രയും ഓൾറെഡി ഉണ്ട്, ഔട്ട്പുട്ട് നമ്മൾ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഔട്ട്പുട്ട് നമുക്ക് അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചിട്ടുള്ള ബാക്കി മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് നമ്മൾ പേ ചെയ്താൽ മതി. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻപുട്ട് ടാക്സ് ഇപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ടാലിയിലൊക്കെ കുറെ സെറ്റ് ഓഫ് എൻട്രീസ് ഇട്ടിട്ടില്ലേ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഏതിൽ നിന്നും ഏത് സെറ്റ് ഓഫ് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണ്ട എന്നുള്ളത്. നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തോന്നിയ പോലെ നമുക്ക് പോയി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു റൂൾ ഉണ്ട്. ആ റൂളാണ് ഇവിടെ പറയുന്നത്. IGST നമുക്ക് എന്തുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം അല്ലെ? IGST, CGST, SGST ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇനി CGST നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുന്നത് IGSTയുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് CGSTയുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ SGST നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ SGSTയുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ചെയ്യുന്നത്. IGST നമുക്ക് എല്ലാത്തിന്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്ത് പോവാം അല്ലെ. ബാക്കി വരുന്ന CGST ഇപ്പൊ പോയി SGSTനോട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല.
അപ്പൊ ഈ ഒരു റൂൾ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റാന്നുള്ളത്. സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ നിങ്ങള്. ഇനിയാണ് നമ്മൾ റിട്ടേൺസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിട്ടേൺസ്? നമ്മുടെ ബിസിനസിന്റെ മെയിൻ 2 റിട്ടേൺസ് ഏതൊക്കെയാണെന്ന് അറിയോ? അറിയോ മെയിൻ റിട്ടേൺസ്? നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇത്ര സെയിൽസ് ഉണ്ട്, ഇത്ര പർച്ചേസ് ഉണ്ട്, ഇത്ര നമുക്ക് ഗവൺമെന്റിലേക്ക് കൊടുക്കാനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കാം? ത്രൂ റിട്ടേൺസ് കൂടിയാണ് കേട്ടോ. ഒരു ഡോക്യുമെന്ററി ആണ് ഈ റിട്ടേൺസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിന് ഇത്ര സെയിൽസ് ഉണ്ട്, നമ്മുടെ ബിസിനസ്സിന് ഇത്ര പർച്ചേസ് കാണും, നമുക്ക് ഇത്ര ഗവൺമെന്റിലേക്ക് അടയ്ക്കാനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റിലേക്ക് അറിയിക്കാനായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആണ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യേണ്ടത്? യു ഷുഡ് ഫയൽ GST റിട്ടേൺസ്. അപ്പൊ ഇവിടെ നമുക്ക് നോർമലി ഇപ്പം 5 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, 5 കോടിയിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി 5 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് QRMB സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കേട്ടിട്ടില്ലേ നിങ്ങൾ QRMB സ്കീം? ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. അതൊരു ഓപ്ഷണൽ സ്കീമാണ് QRMB സ്കീം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 5 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? QRMB സ്കീം ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 മന്ത്ലി റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യണം. GSTR1 GSTR3B. അതെല്ലാ ബിസിനസ്സും മന്ത്ലി ബേസ് കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യേണ്ടതാണ്. GSTR1 GSTR3B. അതോടൊപ്പം ഒരു ആനുവൽ റിട്ടേണും നമ്മൾ ഫയൽ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ ഒരു വർഷം 25 റിട്ടേൺസ് ആണ് വരുന്നത്. എങ്ങനെ 25 എന്ന് പറയുന്നതിലേക്ക് വരുന്നതെന്ന് അറിയോ? ഒരു മന്ത് 2 റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പൊ 12 മന്ത് ആകുമ്പോൾ എത്ര റിട്ടേൺസ് വരും? 24. then annual return ഒന്നുണ്ട്. യെസ്, 24 വരും. അതായത് 12 into 2 24 പ്ലസ് ഒരു ആനുവൽ റിട്ടേൺ കൂടെ ആകുമ്പോൾ ഒരു വർഷം നമ്മൾ 25 റിട്ടേൺസ് ആയിരിക്കും നമ്മൾ ഫയൽ ചെയ്യുക. ക്ലിയർ ആണോ? യെസ്. ഇനി 5 കോടിയിൽ എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ GSTR 9C എന്ന് പറയുന്ന ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പെയർ ഫയൽ ചെയ്യണം. ഓക്കെ, 5 കോടിയിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ GSTR 9C എന്ന് പറയുന്ന ഒരു സെൽഫ് സർട്ടിഫൈഡ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ നമ്മൾ ടാക്സ് പെയർ ഫയൽ ചെയ്യണം. അപ്പൊ മെയിൻ ആയിട്ടും GSTR1 GSTR3B ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. GSTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ GSTR1? നമ്മുടെ ബിസിനസിന്റെ കംപ്ലീറ്റ് സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ദ ബിസിനസ്. അതാണ് GSTR1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇന്റർവ്യൂവിനൊക്കെ ടൈപ്പ് ഓഫ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മാത്രമല്ല, നിങ്ങൾക്ക് ഫയലിംഗ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പം GSTR1 ഫയൽ ചെയ്യുന്നത് എന്താ, GSTR1 എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക GSTR1 GSTR3B എന്താന്നുള്ളത്. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി, നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. GSTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR1 എന്ന് പറയുന്നത്. അത് നമുക്ക് മന്ത്ലി അതേപോലെ തന്നെ ക്വാർട്ടർലി നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ 11th of the next month ആണ് അതിന്റെ ഡ്യൂ ഡേറ്റ് വരിക. ഓക്കെ, 11th of the, ഇപ്പൊ ജൂൺ ആണെന്നുണ്ടെങ്കിൽ ജൂലൈ 11th മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? GSTR1 നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ 13th of the month സക്സീഡിങ് ഓഫ് ദ ക്വാർട്ടർ. ഇപ്പൊ ആദ്യത്തെ ക്വാർട്ടർ ഏപ്രിൽ മെയ് ജൂൺ ആണെന്നുണ്ടെങ്കിൽ ജൂലൈ 13th മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇത് ഏത് ക്വാർട്ടർ ആണ്? ഫസ്റ്റ് ക്വാർട്ടർ ആണോ, സെക്കൻഡ് ക്വാർട്ടർ ആണോ, തേർഡ് ക്വാർട്ടർ ആണോ? ഫസ്റ്റ് ക്വാർട്ടർ ആണ്. ഏപ്രിൽ മെയ് ജൂൺ ആദ്യത്തെ ക്വാർട്ടർ ആണ് നമ്മൾ നിൽക്കുക. ഓക്കെ, ക്ലിയർ ആണോ GSTR1 എന്താന്നുള്ളത്? യെസ്. ഈ GSTR3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഒരു സമ്മറി റിട്ടേൺ ആണ്. അതായത് സെയിൽസിൻ്റെത്, പർച്ചേസിൻ്റെത്, എത്ര നമുക്ക് ITC ഉണ്ട്, ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്, എത്ര നമുക്ക് പേയ്മെന്റ് കൊടുക്കാനായിട്ടുണ്ട്, ഈ പറയുന്ന എല്ലാ ഒരു സമ്മറി റിട്ടേൺ ആണ്. ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെത്,
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, എത്ര നമുക്ക് GST പേയ്മെന്റ് ആയിട്ട് കൊടുക്കാനായിട്ടുണ്ട്, ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു സമ്മറി റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, GSTR 3B എന്ന് പറയാം. അതും നമുക്ക് ഈ പറയുന്ന പോലെ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ 20th of the next month ആണ്. ഈ ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ 2 ഡേറ്റ് ഉണ്ട്, 22 ഉണ്ട് 24 ഉണ്ട്. ആ ഡേറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, 3B നമ്മൾ ഫയൽ ചെയ്യുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് GSTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ചെയ്യേണ്ടത് GSTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. gst.gov.in അതാണ് വരുന്നത്. ഓക്കെ, gst.gov.in. കാണുന്നുണ്ടോ സ്ക്രീൻ? കാണുന്നുണ്ടോ? യെസ്. അപ്പം gst.gov.in എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അപ്പൊ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ GST ഒന്ന് ഒരു സൈറ്റ് ഒന്ന് പരിചയപ്പെടുക. പിന്നെ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ലോഗിൻ ചെയ്യാം, നമുക്ക് യൂസർ ID പാസ്വേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. അപ്പൊ എല്ലാ ടാബുകളും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾ. പിന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഡ്യൂ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്രാക്ടീസ് ബോർഡ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. നാളെ മുതൽ നമ്മൾ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഡിലേ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ മുതൽ നിങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾ ലേണിംഗ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ ഫയലിങ്ങിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ലേണിംഗ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് വെക്കുക. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? GST ഫയലിംഗ് ഷോർട്ട് ടൈം എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അപ്പൊ നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഓൺലൈനിലുള്ളവർ മീറ്റിൽ നിൽക്കണം, അറ്റൻഡൻസ് എടുക്കാനായിട്ടാണ്. ബാക്കി സെന്റേഴ്സിലുള്ളവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു.